വെൽക്കം ടു ചാറ്റ് വിത്ത് സുനീർ ബൈ പവേഡ് ബൈ ട്രിക്സ് പെർഫ്യൂംസ്. ഇതൊരു പെർഫ്യൂം റിലേറ്റഡ് ടോക്ക് ഷോ ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൻസികളുടെ പെർഫ്യൂം കൾച്ചറിനെ കുറിച്ചാണ്. ജൻസി റെപ്രസെൻറ്റേറ്റീവായിട്ട് ഷാബിൻ നമ്മുടെ കൂടെ ഉണ്ട്. വെൽക്കം മിസ്റ്റർ ഷാബിൻ ടു അവർ ഷോ. താങ്ക് യു സുനീർ ബൈ. ഷാബിൻ, ജൻസികളുടെ ഇടയിൽ പെർഫ്യൂമിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? അത് അങ്ങനെ നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. മെയിനായിട്ട് ഔട്ട്ഫിറ്റ്സിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. പിന്നെ പെർഫ്യൂം അടിക്കും. ഇപ്പോൾ ട്രെൻഡിങ് ഏതാണെന്ന് വെച്ചാൽ അത് വാങ്ങുന്നു, അടിക്കുന്നു, അത്ര തന്നെ ഉള്ളൂ. ട്രെൻഡിങ് പെർഫ്യൂം എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ ഉപയോഗിക്കുന്നതാണ്. അത് ഏതൊക്കെയാണ് ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ കോമൺലി നമ്മൾ ഉപയോഗിക്കുന്ന CR7, ഷാലിസ്, പിന്നെ സോളിഡ് ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ മർജി ഉപയോഗിക്കലുണ്ട്. അപ്പോൾ അതിങ്ങനെ എന്തെങ്കിലും കോമൺലി ഉപയോഗിക്കണം എല്ലാവരും. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ ജൻസികളുടെ ഇടയിൽ പോകുമ്പോൾ എല്ലാവർക്കും ഒരേ സ്മെല്ല് കേൾക്കാം. ഇപ്പോൾ ക്യാമ്പസിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആൾക്കൂടത്ത് പോകുമ്പോൾ ഒരേ ഏജിലെ ആളുകൾ ഒരേ സ്മെല്ലായിരിക്കും. മിക്കവാറും ആളുകൾ CR7 ഈ സോളിഡൊക്കെ തന്നെയാണ്. അതെന്താ അങ്ങനെ എല്ലാവരും ഒരേ ഉപയോഗിക്കാൻ കാരണം എന്താ? അത് മെയിനായിട്ട് എന്താ വെച്ചാൽ ആർക്കും ഇതിനെപ്പറ്റി ഒരു വലിയ ധാരണയല്ല. അതിൻ്റെ ഒരു പെർഫ്യൂം എങ്ങനെ ഉപയോഗിക്കേണ്ടി എന്നുള്ളത്. പിന്നെ എന്താ വെച്ചാൽ ഒരു ഫ്രണ്ട് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് തന്നെ, അതായത് അത് മതി എന്നുള്ളതാണ്. ഇതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണോ എന്നുള്ളൊരു ചിന്താഗതി ആർക്കും ഇല്ല. ഒരാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാവരും അതന്നെ ഉപയോഗിക്കും. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഒരു യൂണിക് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഒരാൾ ഉപയോഗിക്കണ എന്താ വെച്ചാൽ അത് വേറെ ഒരുത്തിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് തന്നെ വാങ്ങാം. അതാണ് എല്ലാവരും ഒരേ സ്മെല്ലാണ്. അതാണ് ഒരേ സ്മെല്ല് വരാൻ കാരണം.